അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വചനഭാഗത്ത് വിശ്വാസി പോർക്കളത്തിലാണ്. വിശ്വാസി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവനാണ് വിശ്വാസി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സകല ആയുധവർഗവും ധരിപ്പിൻ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. ഏറ്റവും അവസാനമായി ചെയ്യേണ്ട ഒരു കാര്യം, ജീവിതത്തിലെ എല്ലാ സകല അവസ്ഥകളെയും വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിനും നമ്മൾ ശക്തിപ്പെടണം. വേറെ ഒരു ബലം നമുക്ക് കിട്ടാനില്ല. സൈന്യത്തിന്റെ ബലമല്ല, കരത്തിന്റെ ബലമല്ല, ആത്മാവിന്റെ ശക്തിയിലാണ്. ബലം ആത്മാവിലാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ബലം പ്രാപിക്കും. കാരണം ലോകത്തിൻ്റെതല്ല നമുക്ക് ദൈവം തരുന്നത്. വിശ്വാസി പോർക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാ? യുദ്ധം ചെയ്യാൻ. ആർക്കെതിരെ? പിശാചിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ അറിയണം യുദ്ധം ചെയ്യണമെങ്കിൽ. പിശാച് ഏത് വിധേനയാണോ ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മനുഷ്യനെ, ദൈവാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ പല വിധേനയും പിശാച് തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ടാ വചനം ഇങ്ങനെ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ എല്ലാ ആയുധവർഗവും ധരിച്ചു കൊള്ളണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രിയമുള്ളവരെ, നമുക്ക് ചിലപ്പോൾ പോരാട്ടം ആരോടായിരിക്കും? നമ്മുടെ കുടുംബത്തിലുള്ളവരോടാണോ? നമ്മുടെ മാതാപിതാക്കളോടാണോ? മക്കളോടാണോ? അയൽവാസികളോടാണോ? സഭയിലുള്ളവരോടാണോ? നമുക്ക് എതിര് നിൽക്കുന്നവരോടാണോ നമുക്ക് പോരാട്ടം? ആരോടുമല്ല. നമ്മുടെ ശത്രു പിശാച് മാത്രമാണ്. നമ്മുടെ ശത്രു അവനാണ്. അവനെതിരെയാണ് നമ്മൾ പടവെട്ടേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ആദ്യം നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കൊടുത്തു. ആദ്യം പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും അറിഞ്ഞും പ്രാർത്ഥിച്ചും ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ കടന്നു വരാത്ത വണ്ണം നിങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടണം. ചില പിശാചിന്റെ തന്ത്രങ്ങളുമായി നമ്മുടെ വീട്ടിലുള്ളവർ വരാം, നമ്മുടെ മക്കൾ വരാം, മാതാപിതാക്കൾ വരാം, നമ്മളുമായി ബന്ധപ്പെടുന്നവരെല്ലാം വരാൻ സാധ്യതയുണ്ട്. അവരുടെ ചില വാക്കുകളാകാം, പ്രവൃത്തികളാകാം, ആലോചനയാകാം, അവരുടെ ചിന്തകളാകാം. ഇതിനെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആത്മാവിൽ നമ്മൾ ബലം പ്രാപിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പോരാളിയായിക്കൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉരിഞ്ഞു കൊടുത്തുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ദൈവശക്തിയെ അനുഭവിക്കുവാൻ ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ, ആ ദുഷ്ടന്റെ പോരാട്ടം മൂലമുള്ള രോഗമാകാം, പ്രശ്നമാകാം, പ്രയാസമാകാം, യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ഈ രോഗബന്ധനത്തിന്റെ കെട്ടുകളെ അഴിച്ചു കളയാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.